യെരമ്യാവ് 10-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. മുദ്രയിട്ടവർ ആരെല്ലാമെന്നാൽ, ഹക്കല്യാവിന്റെ മകനായ ദേശാധിപതി നെഹമ്യാവ്, സിദക്കിയാവ്, സെരായാവ്, അസര്യാവ്, ഇരമ്യാവ്, അമര്യാവ്, മൽക്കിയാവ്, ഹത്തൂഷ്, ശെബന്യാവ്, മല്ലൂക്ക്, ഹാരീം, മെരേമോത്ത്, ഓബദ്യാവ്, ദാനിയേൽ, ഗിന്നെഥോൻ, ബാരൂക്ക്, മെശുല്ലാം, അബിയാവ്, മീയാമീൻ, മയസ്യാവ്, ബിൽഗായി, ശെമയ്യാവ് ഇവർ പുരോഹിതന്മാർ. പിന്നെ ലേവ്യർ അസന്യാവിന്റെ മകനായ യേശുവയും ഹെനാദാദിന്റെ പുത്രന്മാരിൽ ബിന്നൂവിയും കദ്മിയിലും അവരുടെ സഹോദരന്മാരായ ശെബന്യാവ്, ഹോദിയാവ്, കെലീത, പെലായാവ്, ഹാനാൻ, മീഖ, രഹോബ്, ഹശബ്യാവ്, സക്കൂർ, ശേരബ്യാവ്, ശെബന്യാവ്, ഹോദിയാവ്, ബാനി, ബെനീനു. ജനത്തിന്റെ തലവന്മാർ പരോശ്, പഹത്ത് മോവാബ്, ഏലാം, സഥു, ബാനി, ബുന്നി, അഗ്സാദ്, ബേബായി, അദോനിയാവ്, ബിഗ്വായി, ആദീൻ, ആതേർ, ഹിസ്കിയാവ്, അസൂർ, ഹോദിയാവ്, ഹാശൂം, ബേസായി, ഹാരീഫ്, അനാദോത്ത്, നേബായി, മഗ്പിയാഷ്, മെശുല്ലാം, ഹേസിർ, മെശേസബേൽ, സാദോക്ക്, യദൂവ, പെലത്യാവ്, ഹനാൻ, അനായാവ്, ഹോശേയ, ഹനന്യാവ്, ഹശൂബ്, ഹല്ലോഹേഷ്, പിൽഹ, ശോബേക്ക്, രഹൂം, ഹശബ്ന, മയസേയാവ്, അഹിയാവ്, ഹാനാൻ, ആനാൻ, മല്ലൂക്ക്, ഹാരീം, ബയാന എന്നിവർ തന്നെ. ശേഷം ജനത്തിൽ പുരോഹിതന്മാരും ലേവ്യരും വാതിൽക്കാവൽക്കാരും സംഗീതക്കാരും ദേവാലയ ദാസന്മാരും ദേശത്തെ ജാതികളോട് വേർപെട്ട് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിങ്കിലേക്ക് തിരിഞ്ഞു വന്നവരൊക്കെയും അവരുടെ ഭാര്യമാരും പുത്രന്മാരും പുത്രിമാരുമായി പരിജ്ഞാനവും തിരിച്ചറിവുമുള്ള ഏവരും ശ്രേഷ്ഠന്മാരായ തങ്ങളുടെ സഹോദരന്മാരോട് ചേർന്ന് ദൈവത്തിന്റെ ദാസനായ മോശെ മുഖാന്തരം നൽകപ്പെട്ട ദൈവത്തിന്റെ ന്യായപ്രമാണം അനുസരിച്ച് നടക്കുമെന്നും ഞങ്ങളുടെ കർത്താവായ യഹോവയുടെ സകല കൽപ്പനകളും വിധികളും ചട്ടങ്ങളും പ്രമാണിച്ച് ആചരിക്കുമെന്നും ഞങ്ങളുടെ പുത്രിമാരെ ദേശത്തെ ജാതികൾക്ക് കൊടുക്കുകയോ ഞങ്ങളുടെ പുത്രന്മാർക്ക് അവരുടെ പുത്രിമാരെ എടുക്കുകയോ ചെയ്യുകയില്ലെന്നും ദേശത്തെ ജാതികൾ ശബ്ബത്ത് നാളിൽ ചരക്കോ യാതൊരു ഭക്ഷണ സാധനമോ വിൽപ്പാൻ കൊണ്ടുവന്നാൽ ഞങ്ങൾ അത് ശബ്ബത്ത് നാളിലും വിശുദ്ധ ദിവസത്തിലും അവരോട് മേടിക്കുകയില്ല എന്നും 7-ാം ആണ്ടിനെ വിമോചന സംവത്സരമായി എല്ലാ കടവും ഇളച്ചു കൊടുക്കുന്നതായും പ്രമാണിക്കുമെന്നും ശപഥവും സത്യവും ചെയ്തു. ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തിലെ ശുശ്രൂഷയ്ക്കുവേണ്ടി കാഴ്ചയപ്പത്തിനും നിരന്തര ഭോജനയാഗത്തിനും ശബത്തുകളിലെയും അമാവാസ്യകളിലെയും നിരന്തര ഹോമയാഗത്തിനും ഉത്സവങ്ങൾക്കും വിശുദ്ധ സാധനങ്ങൾക്കും ഇസ്രയേലിനു വേണ്ടി പ്രായശ്ചിത്തമായി അർപ്പിക്കേണ്ടുന്ന പാപയാഗങ്ങൾക്കും ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തിലെ എല്ലാ വേലയ്ക്കും വേണ്ടി ആണ്ടുതോറും ശേക്കേലിൽ 1/3 കൊടുക്കാമെന്നും ഞങ്ങൾ ഒരു ചട്ടം നിയമിച്ചു. ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നതുപോലെ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ യാഗപീഠത്തിന്മേൽ കത്തിപ്പാൻ ആണ്ടുതോറും നിശ്ചിത സമയങ്ങളിൽ പിതൃഭവനമായി ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തിൽ വിറക് വഴിപാട് കൊണ്ടുവരേണ്ടതിന് ഞങ്ങൾ പുരോഹിതന്മാരും ലേവ്യരും ജനവുമായി ചീട്ടിട്ടു. ആണ്ടുതോറും യഹോവയുടെ ആലയത്തിലേക്ക് ഞങ്ങളുടെ നിലത്തിലെ ആദ്യ വിളവും സകലവിധ വൃക്ഷങ്ങളുടെയും സർവ്വഫലങ്ങളിലും ആദ്യ ഫലങ്ങളും കൊണ്ടുചെല്ലേണ്ടതിനും ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നതുപോലെ ഞങ്ങളുടെ പുത്രന്മാരിലും മൃഗങ്ങളിലും ഉള്ള കടിഞ്ഞൂലുകളെയും ഞങ്ങളുടെ ആടുമാടുകളിലുള്ള കടിഞ്ഞൂലുകളെയും ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാരുടെ അടുക്കൽ ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തിലേക്ക് കൊണ്ടുചെല്ലേണ്ടതിനും ഞങ്ങളുടെ തിരമാവിന്റെയും ഉദർച്ചാർപ്പണങ്ങളുടെയും സകലവിധ വൃക്ഷങ്ങളുടെ അനുഭവമായ വീഞ്ഞിന്റെയും എണ്ണയുടെയും ആദ്യഫലം ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തിലെ അറകളിൽ പുരോഹിതന്മാരുടെ അടുക്കലും ഞങ്ങളുടെ കൃഷിയുടെ ദശാംശം ലേവ്യരുടെ അടുക്കലും കൊണ്ടുചെല്ലേണ്ടതിനും തന്നെ. ലേവ്യരല്ലോ കൃഷിയുള്ള നമ്മുടെ എല്ലാ പട്ടണങ്ങളിലും ദശാംശം ശേഖരിക്കുന്നത്. എന്നാൽ ലേവ്യർ ദശാംശം വാങ്ങുമ്പോൾ അഹ്രോന്യനായ ഒരു പുരോഹിതൻ ലേവ്യരോടുകൂടെ ഉണ്ടായിരിക്കണം. ദശാംശത്തിന്റെ ദശാംശം ലേവ്യർ നമ്മുടെ ദൈവത്തിന്റെ ആലയത്തിലെ ഭണ്ഡാരഗൃഹത്തിന്റെ അറകളിൽ കൊണ്ടുചെല്ലണം. വിശുദ്ധ മന്ദിരത്തിന്റെ ഉപകരണങ്ങളും അതിൽ ശുശ്രൂഷിക്കുന്ന പുരോഹിതന്മാരും വാതിൽ കാവൽക്കാരും സംഗീതക്കാരും ഇരിക്കുന്ന അറകളിലേക്ക് ഇസ്രായേൽ മക്കളും ലേവ്യരും ധാന്യം, വീഞ്ഞ്, എണ്ണ എന്നിവയുടെ ഉദർച്ചാർപ്പണം കൊണ്ടുചെല്ലണം. ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയം
ഞങ്ങൾ കൈവിടുകയില്ല.